2 മില്യണിലേറെ ആളുകൾ ഇന്ന് യൂട്യൂബിൽ കണ്ടൊരു വീഡിയോ, വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് ഷെയർ ചെയ്യുന്നൊരു വീഡിയോ. അതോ ഒരു സായിപ്പ് നമ്മളെ കുറേ കല്ലുകളൊക്കെ വെച്ച് കാണിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്ന് ആ വീഡിയോയുടെ ഒരു ടെക്നിക്ക് ഞാൻ പൊളിച്ചടുക്കിക്കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. സോ വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് സൈറാസ്. ദ ഐൻസ്റ്റീൻ റോക്ക് പാരഡോക്സ്. ഞാൻ ആ പറഞ്ഞ സായിപ്പിൻ്റെ വീഡിയോ ആണ് എൻ്റെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഒരു സായിപ്പ് കുറേ കളറുള്ള കല്ലുകളും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു. പക്ഷെ എങ്ങനെ മാറ്റിയാലും 8 വരുന്ന ഒരു മാത്തമാറ്റിക്സ് ആണ് പുള്ളി കാണിക്കുന്നത്. സോ നമുക്കതിൻ്റെ ടെക്നിക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ കൈയുടെ മൂവ്മെൻറ്റ്സുമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഒറിജിനൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ടെക്നിക്ക് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി സിമ്പിൾ ആവാൻ വേണ്ടി ഒരു ചെറിയൊരു അറേഞ്ച്മെൻറ്റ് ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ ഞാൻ എൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും അതിൻ്റെ അകത്തെ ആ ഹിഡൻ ടിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുകയല്ലേ. ഈ ഒരു ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് കളിക്കാം. സോ ഇതിനകത്ത് ഹിഡൻ സീക്രട്സ് ഒന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഗെയിം സ്റ്റാർട്ട് ചെയ്യാമേ. സ്റ്റാർട്ട്. ഞാനിതവിടെ 4 സൈഡിലായിട്ട് 1 റിയാലിൻ്റെ കോയിൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഒരു 4 2 റിയാലിൻ്റെ കോയിനും. സോ നമുക്ക് ഈ സൈഡ്സ് ഒന്ന് എണ്ണി നോക്കാം. നിങ്ങളുടെ റൈറ്റ് സൈഡിലായിട്ട് 1 2 3 4 5 6 7 8. ഇനി നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ 2 4 6 8. ഇനി നിങ്ങളുടെ ബോട്ടം സൈഡിൽ 2 4 6 8. നിങ്ങളുടെ ടോപ്പ് സൈഡിൽ 2 4 6 8. ഇനി ഞാൻ ഇതിലേക്ക് അപ്പം എങ്ങനെ നോക്കിയാലും 8 കോയിൻസ് ആണ്. 8 × 4 എത്രയാണ്? 32. ആ ഒരു കണക്ക് നിങ്ങൾ മനസ്സിൽ വെക്കണം. ഇതിലേക്കൊരു 2 റിയാലിൻ്റെ കോയിൻ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു കോയിൻ എടുത്ത് ഞാനിതാ ഇവിടെ ആഡ് ചെയ്തു. ഇനി നമുക്കൊന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. വീണ്ടും 8. 8 × 4 32. ഞാൻ ഇതിലേക്ക് ഒരു കോയിൻ ഇതാ 2 റിയാലിൻ്റെ കോയിൻ ഞാൻ ഇതാ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ നിന്ന് ഒരു കോയിൻ എടുത്ത് ഞാൻ ഇവിടെ വെച്ചു. ഇനി നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. വീണ്ടും 8. 8 × 4 എത്രയാണ്? 32. ഇപ്പം ഞാൻ എത്ര കോയിൻസ് വേറെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വീണ്ടും ഒരു കോയിൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ നിന്ന് ഒരു കോയിൻ എടുത്ത് ഇവിടെ വെച്ചു. ഇനി നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. വീണ്ടും 8. 8 × 4 32. ഒരു മാറ്റവും വന്നിട്ടില്ല. വീണ്ടും ഞാനിതാ ഒരു കോയിൻ എടുത്തിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ നിന്ന് ഒരു കോയിൻ എടുത്ത് ഞാൻ ഇവിടെ വെച്ചു. ഇനി നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. വീണ്ടും 8 കോയിൻസ്. 8 കോയിൻസിൻ്റെ 8 × 4 എത്രയാണ്? 32. വീണ്ടും ഞാൻ എക്സ്ട്രാ 4 കോയിൻസ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മുടെ കണക്കിന് യാതൊരു മിസ്റ്റേക്കും വന്നിട്ടില്ല. ഇതാണ് അതിൻ്റെ ആ ഒരു സീക്രട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടിപ്പ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ മുമ്പേ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച 32 ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത 4 കോയിൻസും കൂടി കൂട്ടി 36 കോയിൻസ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. സോ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28. അപ്പം നമ്മുടെ ബാക്കി കോയിൻസ് എവിടെ പോയി? ഇപ്പം നമ്മുടെ 8 കോയിൻസ് മിസ്സിങ് അല്ലേ. ഇനി നിങ്ങൾ പോയിട്ട് ആ സായിപ്പിൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോവാ.
This is the Einstein rock paradox. We start by counting the rocks in this row here. There's 1, 2, 3, 4, 5, 6, 7, 8. Now we count the rocks on this side here. There's 1, 2, 3, 4, 5, 6, 7, 8. Next, we count the rocks on the top. There's 1, 2, 3, 4, 5, 6, 7, 8. And last, we count the rocks on the bottom. There's 1, 2, 3, 4, 5, 6, 7, 8. Now, we take an extra rock. Remember, 8 times 4 is 32. And we take the extra rock, we put it there. Right after we put it there, this rock gets moved up to there. Now, we switch the green rock with the purple rock. We'll move this rock here and this rock here. And now, once again, we count the rock piles, beginning with the pile over here. There's 1, 2, 3, 4, 5, 6, 7, 8. On this side, there's 1, 2, 3, 4, 5, 6, 7, 8. On the top, there's 1, 2, 3, 4, 5, 6, 7, 8. And on the bottom, there's 1, 2, 3, 4, 5, 6, 7, 8. Now, we take a red rock. The red rock gets added here, and we join it with the green rock. Now, we'll switch this rock back to where it came from there. This one gets moved here. This one gets moved there. And now we count the piles again. Here's 1, 2, 3, 4, 5, 6, 7, 8. Here's 1, 2, 3, 4, 5, 6, 7, 8. And now here's 1, 2, 3, 4, 5, 6, 7, 8. And on the bottom, there's 1, 2, 3, 4, 5, 6, 7, 8. Now, you should know, this is not a magic trick. It's not sleight of hand. You can go back, watch the video again, make sure I'm not adding any secret rocks. Every rock stays in full view the whole time. We're gonna take one more rock here. This time, the rock gets added there. After we add it there, another rock will go over to that pile, and then 2 rocks will go over to this side here. We'll pull this rock here, this rock gets pulled over here, and then last, this rock will get switched with that rock over there. Now when we've done that, let me clean up the piles. Here's where things get really crazy after we get everything clean. Now we count over here. Here's 1, 2, 3, 4, 5, 6, 7, 8. On this side, there's 1, 2, 3, 4, 5, 6, 7, 8. On the top, there's 1, 2, 3, 4, 5, 6, 7, 8. And on the bottom, there's 1, 2, 3, 4, 5, 6, 7, and 8. Now, we take another rock. I know it's getting really crazy. The next rock, right? Next rock goes right here. Then we switch this rock, we add that rock to that pile, right? We add this rock to make a really big pile. Usually I would put this down here, but we're gonna keep that rock where it is in that big pile. And then we switch this rock with this rock. And then I think if we've done that right, we should be done. Let me do the math here. Yeah, it looks good. Look, again, there's 1, 2, 3, 4, 5, 6, 7, and 8. On this side, there's 1, 2, 3, 4, 5, 6, 7, 8. On the top, there's 1, 2, 3, 4, 5, 6, 7, 8. And on the bottom, there's 1, 2, 3, 4, 5, 6, 7, 8. Now here's where things get really crazy. Look, I'm not gonna take any rocks away. I'm just gonna bring them into one big pile, all right? Not taking any rocks away. Now we're gonna add rocks. Here's 1. Here's 2. Here's 3, here's 4, and here's 5. Now we've got a big pile of rocks, and the crazy thing is, even though we started with 4 rows of 8, 8 times 4, 32, we added 4 rocks, then we added 5 rocks. Look how many rocks are on the count. Here's 1, 2, 3, 4, 5, 6, 7, 8, here's 9, there's 10. Now over here, here's 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Here's 1, 2, 3, 4, 5, 6, 7, 8, 9, 10, and there's 1. So even when you add all those rocks, you're left with 31 less than you started with.
It's amazing. It's the Einstein rock paradox. And if you think I'm doing anything tricky, go back, watch it from the start. You can see there's nothing tricky, no extra rocks, no rocks taken away, nothing like that. This is a real paradox. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണൂല 8 കോയിൻസ് എവിടെ പോയത്. മനസ്സിലായെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്യും. മനസ്സിലായിട്ടില്ലെങ്കിൽ കമന്റ് ചെയ്തോ. മനസ്സിലായിട്ടുള്ളവർ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. സോ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.